കോട്ടയം പാറമ്പുഴയിൽ ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ നരേന്ദ്രകുമാറിനെ കൃത്യത്തിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിട്ട ഓട്ടോറിക്ഷ ഡ്രൈവർക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. ഇതിനിടെ വീട് പണയം വെച്ചതിനുള്ള 2 ലക്ഷം രൂപ കടം വീട്ടാനാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ലാൽസണിനെയും പ്രസന്നയെയും പ്രവീണിനെയും കൊലപ്പെടുത്തിയ ശേഷം ഒരു ഓട്ടോറിക്ഷയിലാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതെന്ന് നരേന്ദ്രകുമാർ പോലീസിനോട് സമ്മതിച്ചു. എന്നാൽ അതിക്രൂരമായ കൂട്ടക്കൊല നടന്നിട്ടും ഒരു ഓട്ടോ ഡ്രൈവർ പോലും ഇത്തരത്തിലൊരു വിവരം പോലീസിന് കൈമാറിയില്ല. ഈ സാഹചര്യത്തിലാണ് ഓട്ടോ ഡ്രൈവറെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നത്. അന്വേഷണത്തിലിരിക്കുന്ന കാര്യമായതിനാൽ ഇതേക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാനില്ലെന്ന് പോലീസ് പറഞ്ഞു. അതൊക്കെ ആ ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടിലെ അത് ഒരാൾ അന്വേഷണം നടത്തിയതിനു ശേഷമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മാർച്ച് 18-നാണ് ലാൽസണിന്റെ അലക്ക് കമ്പനിയിൽ നരേന്ദ്രകുമാർ ജോലിക്ക് എത്തിയത്. വീടുപണി നടക്കുന്നതിനാലും കൊല്ലപ്പെട്ട പ്രവീൺ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നതിനാലും ധാരാളം പണം പ്രതീക്ഷിച്ചാണ് കൃത്യം നിർവഹിച്ചത്. ആദ്യം പ്രവീണിനെയാണ് ആക്രമിച്ചത്. അതിനുശേഷം ലാൽസണിനെയും പിന്നെ പ്രസന്നയെയും കൊലപ്പെടുത്തി. തിരിച്ചു വരുമ്പോൾ പ്രവീണിന് ശ്വാസം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഷോക്കടിപ്പിച്ചതെന്നും ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. റിപ്പോർട്ടർ, കോട്ടയം.